ഹലോ ഹായ്. അപ്പോൾ ഈ ബിഗ് ബോസ് സീസൺ 6ന്റെ ഫസ്റ്റ് ഡേ കഴിഞ്ഞു, സെക്കൻഡ് ഡേ സ്റ്റാർട്ട് ചെയ്തു, കുറച്ചു നേരമായി. അപ്പോൾ നമുക്ക് ഇത്ര നേരം കണ്ടതിൽ നിന്ന് നമുക്ക് ഓരോ കണ്ടസ്റ്റൻസിനെ പറ്റി കുറച്ചൊക്കെ ഒരു ഐഡിയ കിട്ടിയല്ലോ. അപ്പോൾ അതിൽ നമുക്ക് നല്ല പ്ലേയേഴ്സ് ആയി തോന്നിയിട്ടുള്ള കണ്ടസ്റ്റൻസ് ആരൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് സംസാരിക്കാം. എനിക്ക് തോന്നുന്നു സിജോ, ഞാൻ പറയാട്ടോ ആരൊക്കെയാ, സിജോ, റോക്കി, അതുപോലെ അർജുൻ, അതുപോലെ ജാസ്മിൻ, ഗബ്രി, ഇവരൊക്കെ നല്ലൊരു, അതുപോലെ രതീഷ്, ഇവരൊക്കെ നല്ലൊരു പ്ലേയേഴ്സ് ആയിട്ട് തോന്നുന്നു. ഇവരൊക്കെ അവിടെ ഉണ്ടെങ്കിൽ കുറെ കണ്ടന്റ് ഒക്കെ ഉണ്ടാവും. അവരൊക്കെ കാര്യമായിട്ട് കളിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഫീൽ ചെയ്തു. അതുപോലെ ജിൻഡോ, അവരൊക്കെ ഒരു കോമഡി ആയിട്ടും തോന്നിയിട്ടോ. ഇന്നലെ ജിൻഡോന്റെ ചില കാര്യങ്ങളും സംസാരമൊക്കെ ഒരു കോമഡി ലെവലിൽ തോന്നിയിട്ടുണ്ട്. പിന്നെ എന്താ പറയാ, ലേഡീസ് ആണെങ്കിലും എല്ലാവരും ആക്റ്റീവ് ആയി വരുന്നുണ്ട്. അവർക്ക് ഇനി സമയമുണ്ടല്ലോ. ഇപ്പൊ നോറയൊക്കെ ഇന്നലെ രാത്രി എന്തൊക്കെയോ കുറച്ച് ആക്റ്റീവ് ആയിരുന്നു. അത് പക്ഷേ എന്തോ ആക്റ്റീവ് നോമിനേഷനിൽ വന്നതിന് ശേഷം ആക്റ്റീവ് ആയ കുറച്ച് ആൾക്കാരുണ്ട്. നോമിനേഷനിൽ വന്നതിന് ശേഷം എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് അവിടെ വന്ന് ബഹളം വെച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലും വേറൊരു സംഭവം എന്ന് വെച്ചാൽ രതീഷിന്റെ കാര്യമാണ് കഷ്ടം. രതീഷ് ഇന്നലെ ഫസ്റ്റ് ഡേ തൊട്ട് ഒച്ചിട്ട് ആവശ്യമില്ലാണ്ട് സൗണ്ട് ഉണ്ടാക്കിയിട്ട് ഇപ്പൊ സൗണ്ട് ഒക്കെ പോയി കിടക്കാം. എന്നാൽ സൗണ്ട് പോയിട്ടും ഇന്നും നമുക്ക് കാണുന്നവർക്ക് തന്നെ തോന്നും ഒന്നും മിണ്ടാണ്ടിരിക്കും എന്ന് പറയാം. കാരണം ഇന്നും രാവിലെ തൊട്ടിട്ട് ഫുള്ള് സംസാരിച്ചോണ്ടിരിക്കുക. അപ്പൊ വോയിസ് റെസ്റ്റ് ഉണ്ടെങ്കിലല്ലേ ഇത് മാറും. ആ ഒരു ചിന്തയൊന്നുമില്ല ആൾക്ക്. ആളെപ്പോഴും കണ്ടന്റ് അത് ഇത് വിചാരിച്ചിട്ടാ തോന്നുന്നു ഒച്ചയും ബഹളൊക്കെ ഇട്ട് നടക്കുന്നുണ്ട്. എല്ലാവരോടും സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നത്. പിന്നെ രണ്ടാമത് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നോമിനേഷൻ ലിസ്റ്റിൽ വന്ന് നോമിനേഷൻ കുഴപ്പമില്ല തോന്നുന്നുണ്ട് കേട്ടോ. നല്ലൊരു നോമിനേഷൻ ആണ് തോന്നുന്നു. അതില് ശരണ്യ, നോറ, സിജോ, അൻസിബ, ജിൻഡോ, രതീഷ്, പിന്നെ സുരേഷ്, റോക്കി, ഇത്ര പേരാണ് നോമിനേഷനിൽ വന്നിരിക്കുന്നത്. അതില് ആക്റ്റീവ് അല്ലാത്തവരും ഉണ്ട്. അപ്പൊ ഈ വീക്കെൻഡ് പക്ഷെ നോമിനേഷൻ ഉണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഈ വീക്കെൻഡ് നോമിനേഷൻ ഉണ്ട്. അപ്പൊ ചിലപ്പോ ഒരു വൈൽഡ് കാർഡിന് ചാൻസ് ഉണ്ട്. അപ്പൊ പെട്ടെന്ന് ഈ വീക്കിൽ ഒരു എവിക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ വൈൽഡ് കാർഡിന് ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ രണ്ടാമത് എന്താ പറയാനുള്ള വെച്ചാൽ, ഇന്നിപ്പോ രാവിലെ മോർണിംഗ് ടാസ്ക് നടന്നുകൊണ്ടിരിക്കുക. അവിടെ സുരേഷാണ് കൈനോട്ടക്കാരനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുഴപ്പമില്ല, അത്രയേ ഉള്ളൂ. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഒന്നും ആയിട്ട് തോന്നിയില്ല, എനിക്ക് തോന്നിയില്ല കാണാൻ. ഒരു കൈനോട്ടക്കാരനായി ഇരുന്നിട്ട് എന്തൊക്കെയോ കോമഡി ഒക്കെ പറയുന്നത് അവർക്ക് കുറെ ചിരിക്കുന്നുണ്ട്. അങ്ങനെ കൈനോട്ടക്കാരനായിട്ട് അവിടെ ഓരോരുത്തരെ പറ്റിയിട്ടും സംസാരിക്കുന്നുണ്ട്. വേറെ എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ബിഗ് ബോസിനെ അനൗൺസ് ചെയ്തു. ബിഗ് ബോസിൽ എങ്ങനെയാണ് അവരെന്നുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ബിഗ് ബോസിലെ കാര്യങ്ങളും ഒക്കെ പാടെ കൂട്ടിച്ചേർത്ത് എന്തൊക്കെയോ പറയുന്നുണ്ട്. അതിൽ ഗബ്രി ചെറിയൊരു ഹിന്റ് ഇട്ടു കേട്ടോ. ഗബ്രിയുടെ കൈ നോക്കിയപ്പോ സുരേഷ് പറയുന്നുണ്ട് ഇവിടെ ഹാർട്ടിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടാവും. അതായത് എല്ലാവരും ഇപ്പൊ ചെറിയൊരു രീതിയിൽ അവിടെ ഒരു ഫാമിലി ഉണ്ടാക്കും എന്നുള്ള രീതിയിൽ. അപ്പൊ രതീഷ് ചോദിക്കുന്നുണ്ട് ഇവിടെ ഫാമിലി ഉണ്ടാക്കുവോ, ഫാമിലി സെറ്റപ്പ് ആക്കുമോ എന്നുള്ളത്. അതായത് ഗബ്രിയും ജാസ്മിനും എപ്പോഴും ഒരുമിച്ചായതുകൊണ്ട് അങ്ങനെ ഒരു ലൈൻ അവിടെ ആ ഒരു ഇതില് അവിടെ പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. നമുക്ക് തോന്നി അവര് ഫുൾ ടൈം ഒരുമിച്ചാണ്. നമ്മൾ ലൈവ് കണ്ടാ അറിയാം അവർ ഫുൾ ടൈം ഒരുമിച്ചാണ്. അങ്ങനെയെങ്കിൽ അങ്ങനെ, ഇതൊക്കെ ഒരു എന്റർടൈൻമെന്റ് ആണല്ലോ. പിന്നെ ഇത്തവണത്തെ ബിഗ് ബോസ് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി കഴിയുമ്പോൾ നല്ല ഇൻട്രസ്റ്റ് ആവും. കാരണം എല്ലാവരും ഈ കളി മനസ്സിലാക്കി പഠിച്ചിട്ട് വന്നിട്ടുള്ള ആൾക്കാരാ. അപ്പൊ ആരും വെറുതെ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. എല്ലാവരും എന്തൊക്കെയോ കണ്ടന്റ് ഉണ്ടാക്കുകയാണ്. പിന്നെ സിജോ എന്ന് പറഞ്ഞ വ്യക്തി ഒരുപാട് പ്ലാൻ ഒക്കെ ആയിട്ടാ വന്നിരിക്കണേ തോന്നുന്നു. സിജോയും റോക്കിയും കൂടി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. റോക്കിനോട് കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ സിജോ അർജുനോടും റോക്കി മറ്റേ നമ്മളെ ഋഷിനോടൊക്കെ കുറെ കാര്യങ്ങളൊക്കെ ഒരു ടീം ആവാനൊക്കെ. അതിൽ ആ ടീം ആവാനുള്ള അർജുനില്ല. പക്ഷെ സുരേഷ്, ഋഷി, റോക്കി, സിജോ ഇവരുടെ ടീം പോലെ ഡിസ്കസ് ചെയ്ത് സംസാരിക്കാനൊക്കെ ഉണ്ട്. ഒക്കെ നല്ലതാണ്. ഓരോരോ സ്ട്രാറ്റജി ആണല്ലോ, അതിലനുസരിച്ചിട്ട് പോയാൽ നല്ല തന്നെയാണ്. പക്ഷെ സിജോനൊരു ലീഡർ പോലെ, സിജോ ഭയങ്കര എന്താ പറയാ ഒരു സംഭവം എന്നുള്ള പോലെയാണ് ഇപ്പൊ അവിടെ. സിജോ സംഭവം ആണ് എന്നും തോന്നുന്നു. അത്യാവശ്യം നല്ല ഇതുണ്ട്, കുറച്ച് നല്ലോണം ബ്രെയിൻ യൂസ് ചെയ്തിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്തായാലും ഇനി കുറച്ച് കഴിഞ്ഞാൽ അറിയാം ശരിക്കും എങ്ങനത്തെ ഏതാളാണ് അടിപൊളി എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. എന്തായാലും ഇപ്പോ ഈ 2 ദിവസം കൊണ്ട് തന്നെ സാധാരണ ബിഗ് ബോസ് സാധാരണത്തെ പിന്നെ സീസൺ പോലെയല്ല, കുറച്ചുകൂടി എന്താ പറയാ ഫസ്റ്റ് ഡേ തന്നെ ഇവിടെ ആക്റ്റീവായി അടിയും ബഹളും എല്ലാം ഉണ്ട്. അപ്പോ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും തോന്നുന്നു. എന്തായാലും അടുത്ത വാച്ച് ചെയ്തിട്ട് ഞാൻ അടുത്ത എന്തൊക്കെയാ തോന്നിയ എന്താ കാര്യങ്ങൾ എന്നുള്ളത് വീഡിയോ ഇടാം. അതുവരെ ബൈ.